ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിറ്റുപേൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങളാണ്. നമ്മൾ കേട്ടുവന്നു ദൈവവചനത്തിൻ്റെ ശക്തി, പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം, പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, 4 വർഷത്തെ കാത്തിരിപ്പിൻ്റെ രഹസ്യം, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ നമ്മളെ ആദ്യം തിരിച്ചറിയുന്നത് ആരാണ്? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ തിന്മയുടെ ശക്തി നമ്മൾ ഈശോയിൽ വരുമ്പം നമ്മളെ ആദ്യം തിരിച്ചറിയും, പക്ഷേ അവൻ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ഈശോയുടെ നാമം വഹിക്കുന്നത് നീ കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടുവാൻ ഇടയാകും. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം. ആ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാണ്. വിശുദ്ധി പാലിക്കുമ്പോഴാണ്. ഈ വിശുദ്ധി എന്ന കൃപ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ വിറ്റുപൻ്റെ ആധ്യാത്മിക പ്രബോധനത്തിലെ ആദ്യത്തെ പുസ്തകം വിശുദ്ധി എന്ന തലക്കെട്ടിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം വിശുദ്ധിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു തന്ന വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. എന്താണ് വിശുദ്ധി? വിശുദ്ധി പാലിക്കുമ്പോൾ നമ്മിൽ വരുന്ന വ്യത്യാസങ്ങൾ, കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് വിശുദ്ധിയാണ്, എളിമപ്പെടുന്നത് വിശുദ്ധിയാണ്. വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തി അവിടെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെ കൊണ്ടിരുന്നത് അവിടെ വിശുദ്ധിയാണ്. നമ്മുടെ ശരീരത്തെ എത്ര പവിത്രമായി കാത്തു സൂക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് വിശുദ്ധിയാണ്. നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാലുകളെ, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും പുണ്യത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നത് വിശുദ്ധിയാണ്. ഇങ്ങനെ അനേക കാര്യങ്ങൾ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിപ്പം 2-ാം വാല്യവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 2-ാം വാല്യത്തിൻ്റെ പ്രത്യേകത ദൈവകൃപയെക്കുറിച്ചാണ് കൂടുതലും ഇതിനുള്ളിൽ പറയുക. ആരാണ് ഈശോ? കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് എങ്ങനെ വളരാൻ സാധിക്കും? ഈശോയുടെ കൃപയിൽ വളരുമ്പോൾ നമുക്ക് പീഡനങ്ങളുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും, ആരും മനസ്സിലാക്കാത്ത സംഭവങ്ങളുണ്ടാകും. ഇതെല്ലാം വരുമ്പം എങ്ങനെയാണ് നമുക്ക് ഈശോയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക? ഇങ്ങനെ അനേക കാര്യങ്ങൾ ഈ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏതെല്ലാം ഷോപ്പിൽ ഈ പുസ്തകം അവൈലബിൾ ആണ് എന്നുള്ള കാര്യവും നമ്മുടെ ചാനലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധി എന്ന പുസ്തകത്തിലെ 86-ാമത്തെ പേജാണ്. ഇതിനു മുമ്പുള്ള പേജുകളെല്ലാം നമ്മൾ വായിച്ചു, ധ്യാനിച്ചു. ഈശോയിൽ വളരുവാൻ നമ്മളെ ഒത്തിരിയേറെ ഉപകരിക്കുന്നതാണ്. നമ്മൾ ഓരോ സീരിയലുകളായി യൂട്യൂബിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ സീരിയലും എടുത്ത് കേൾക്കുമ്പോൾ ഈശോയുടെ ഈ വചനത്തിൻ്റെ ശക്തി, ഈശോയിൽ നമുക്ക് എങ്ങനെ വളരാൻ സാധിക്കും, കൂദാശകളുടെ പ്രത്യേകതകൾ എല്ലാം നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. 86-ാമത്തെ പേജിൽ 63 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 67-ഉം 68-ഉം. വിശുദ്ധ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ആ സമയത്ത് എല്ലാവരും ഈശോയെ ബുദ്ധിയിലാണ് കണ്ടത്. കാരണം ഈശോ പറഞ്ഞു, യോഹന്നാൻ 6:54, എൻ്റെ രക്തവും എൻ്റെ മാംസവും ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുമെന്ന്. ഈശോയുടെ 2-ാമത്തെ വരവിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഈശോയുടെ കൂടെ 3 വർഷം നടന്ന ശിഷ്യന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വിശ്വാസം നമ്മിൽ വന്നാൽ മറ്റെല്ലാം ദൂരെ പോകും. ഇതിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു. വിശുദ്ധി പാലിക്കുമ്പോൾ, വചനങ്ങൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവവചനം മനുഷ്യരായ നമ്മോട് കൂടെയാണ്. നമ്മൾ പലപ്പോഴും ഓർക്കും, വിശുദ്ധരാകാൻ, വിശുദ്ധി പാലിക്കാൻ ഒത്തിരി കഷ്ടപ്പാടാണ്. പക്ഷേ നമ്മൾ ഈശോയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ വിശുദ്ധി നമ്മളിൽ വന്നു കഴിഞ്ഞു. നമ്മൾ വെറുതെ ഈശോയെ സ്നേഹിച്ചാൽ മതി. ഈശോയോടുള്ള സ്നേഹം വന്നു കഴിയുമ്പോൾ നമ്മളറിയാതെ ഓരോ വചനങ്ങൾ അനുസരിക്കാൻ തുടങ്ങും.
പാപത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കാൻ തുടങ്ങും. സുഭാഷിതത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. മാർഗനിർദ്ദേശന വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട്, അറിവും വിവേകവും എൻ്റേതാണ്. അപ്പോൾ ദൈവഭക്തി എന്ന് പറയുമ്പോൾ ഈ തിന്മയെ വെറുക്കലാണ്. ഈശോയോടുള്ള സ്നേഹം വരുന്നത് എന്താണ്? തിന്മയെ വെറുക്കലാണ്. നമ്മളിത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഈശോയുടെ സ്നേഹം നമ്മളിൽ വലയം ചെയ്യും, വിശുദ്ധി നമ്മളിൽ വലയം ചെയ്യും. 1 തെസ്സലോനിക്ക 4:3-7 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? വിശുദ്ധി നമ്മളിൽ വർദ്ധിക്കുമ്പോഴാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആരാണ് ബഹുമാനത്തിന് അർഹൻ? കർത്താവിനോട് ഭക്തിയുള്ളവനാണ് ബഹുമാനത്തിന് അർഹനായിട്ടുള്ളവന്. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 19-25 വരെയുള്ള തിരുവചനത്തിൽ പറയാണ്, ഏതു വർഗമാണ് ബഹുമാനാർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏതു വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏതു മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ? അപ്പം ഇതിലെന്താണ് പറയുക? ഏതു മനുഷ്യനാണ് ബഹുമാനാർഹൻ? കർത്താവിനോട് ഭക്തിയുള്ളവനാണ്. നമ്മളും കർത്താവിനോട് ഭക്തിയുണ്ടെങ്കിൽ നമ്മൾ നമ്മെ തന്നെ ബഹുമാനിക്കാനും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ബഹുമാനിക്കാനും തുടങ്ങും. അതാണ് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 37-39 വരെയുള്ള വചനം. ദൈവത്തിൻ്റെ കുരിശിൻ്റെ അടയാളം തന്നെ സ്വർഗവും ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ദൈവത്തെ നമുക്കതിൽ കാണാം. അതുപോലെ തന്നെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ കൽപ്പനയെ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ സ്നേഹം നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ യഥാർത്ഥ സ്നേഹം മനുഷ്യർക്കും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളും മനുഷ്യരായി നമ്മളെപ്പോഴും എന്താണ്? സ്വാർത്ഥരാണ്. സ്വാർത്ഥപരമായ സ്നേഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് ദൈവിക സ്നേഹമായിരിക്കുകയില്ല. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 13-18 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്. അതിൽ 16-ാം തിരുവചനത്തിൽ പറയാണ്, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. കണ്ടോ, യഥാർത്ഥ ദൈവീക ജ്ഞാനം നമ്മളിൽ വരണമെങ്കിൽ എന്താണ്? യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനത്തിൽ പറയാണ്, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമാരാണ്. അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത്. നമ്മുടെ ഹൃദയത്തിൽ കടുത്ത വിദ്വേഷവും കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വ്യാജം പറയുക, നമ്മൾ ആത്മപ്രശംസ ചെയ്യുക. ഇതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമ്മളിലുള്ളതാണ്. ആത്മപ്രശംസ നമ്മൾ ഒഴിവാക്കണം, വ്യാജം ഒഴിവാക്കണം. ഈ വ്യാജമൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? സ്വാർത്ഥത നമ്മളിലുണ്ടാകുമ്പോഴാണ് വ്യാജം നമ്മളിലുണ്ടാകുക. ഇത് ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? സ്വാർത്ഥപരവും ഭൗമികവും പൈശാചികവുമാണ്. ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. സ്വാർത്ഥത നമ്മിൽ വരുന്നതിലൂടെ എത്രമാത്രം തിന്മകളാണ് നമ്മളിൽ ഉടലെടുക്കുന്നത്. ആത്മപ്രശംസ നമ്മളിൽ ഉണ്ടാകുന്നത് പേരിനും പെരുമയ്ക്കും എല്ലാത്തിനും വേണ്ടി നമ്മൾ മല്ലിടുമ്പോൾ അവിടെ സ്വാർത്ഥതയുണ്ടാകുന്നു. പ്രശംസ ലഭിക്കുന്നതിനുള്ള വക അവിടെ ഉണ്ടാകുന്നു. അവിടെ ഒരു പൈശാചികത ഉണ്ടാകുകയാണ്, സ്വാർത്ഥതയുണ്ടാകുകയാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ടാകും. അസൂയയും സ്വാർത്ഥമോഹവും വരുമ്പോൾ അവിടെ അസൂയ ഉണ്ടാകും, എല്ലാവിധ ക്രമക്കേടുകളും ഉണ്ടാകും. അതാണ് നമ്മൾ ഈശോയിൽ വരുന്ന ആദ്യ സമയങ്ങളിലൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകേണ്ട ചില ദുർഗുണങ്ങളുണ്ട്.
1 പത്രോസ് 2:1 തൊട്ട് 3 വരെ, 1 കൊരിന്തോസ് 3:1 മുതലുള്ള തിരുവചനത്തിലും നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും എല്ലാം ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് പരിശുദ്ധവും നിഷ്കളങ്കവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. ആദ്യം നമ്മൾ സ്വീകരിക്കേണ്ടത് കട്ടിയുള്ള ഭക്ഷണമല്ല. ഈ പാപങ്ങൾ വിട്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് പക്വതയിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്വാർത്ഥരായിരിക്കും, ആത്മപ്രശംസ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, പേര് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇങ്ങനത്തെ തിന്മകൾ ഓരോന്നോരോന്ന് നമ്മിൽ കൂടുന്നതിൻ്റെ ഒരു കാര്യം അവിടെ സ്വാർത്ഥതയുണ്ടായിട്ടാണ്, അഹങ്കാരമുണ്ടായിട്ടാണ്, തിന്മയുണ്ടായിട്ടാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർവവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങൾ നിറഞ്ഞതുമാണ്. ഇത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. സുഭാഷിതത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം, ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. എന്താണ്? ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. സ്വാർത്ഥതയും ആത്മപ്രശംസയും എല്ലാം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം എന്താണ്? ആത്മാർത്ഥത. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ എത്ര ആത്മാർത്ഥത പുലർത്തുന്നോ ആ ആത്മാർത്ഥതയാണ് ആ ജോലിയുടെ പൂർണ്ണത വരിക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആർക്കാനും വേണ്ടിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ട് പോയാൽ അവിടെ ഒരു ആത്മാർത്ഥത ഉണ്ടാകുകയില്ല, അവിടെ ഒരു ദൈവീകത ഉണ്ടാകുകയില്ല. അവിടെ സ്വാർത്ഥതയായിരിക്കും. നമ്മുടെ പണത്തിന് വേണ്ടി, നമ്മുടെ കാര്യത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മളവിടെ ചെയ്യുക. പക്ഷെ അതിൽ ഉള്ളിൽ ഒരു ആത്മാർത്ഥത നിലനിന്നാൽ അധർമ്മത്തെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെടാൻ സാധിക്കും. കള്ളം വരുമ്പോൾ, ദുഷ്ടത വരുമ്പോൾ, ശത്രുത വരുമ്പോൾ ഒക്കെ ആ ആത്മാർത്ഥതയെ നമ്മൾ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഈശോ അവിടെ വളരുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണല്ലോ സത്യം. ഈശോയാണ് ഈ സത്യം, ഈശോയാണ് ഈ വചനം. നമ്മൾ ഈ വചനത്തിലൊക്കെ വളരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യത്തിലും ആത്മാർത്ഥത നിലനിർത്താൻ സാധിക്കുക. നമ്മൾ ഏത് ജോലി ചെയ്താലും, ഏറ്റവും വലിയ ജോലി മുതൽ ഏറ്റവും താഴ്ന്ന ജോലി വരെ നമ്മൾ ചെയ്യുമ്പോഴും അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈശോ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്, ആ സത്യം നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതിലൂടെ അധർമ്മത്തെ എടുത്തു മാറ്റാൻ സാധിക്കുന്നു. എന്നിട്ട് പറയാണ്, ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഈ ദൈവഭയം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ വായിച്ചു വരികയായിരുന്നു യോഹന്നാൻ 6:67 68. വിശുദ്ധ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ആ സമയത്ത് എല്ലാവരും ഈശോയെ ബുദ്ധിയിലാണ് കണ്ടത്. കാരണം ഈശോ പറഞ്ഞു, യോഹന്നാൻ 6:54, എൻ്റെ രക്തവും എൻ്റെ മാംസവും ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശുദ്ധ പത്രോസ്ലിയായെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈശോയുടെ ദൈവിക രഹസ്യങ്ങളിലേക്ക് വിശുദ്ധ പത്രോസ്ലിഹ പലപ്പോഴും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും വിട്ടുപോക്കോ എന്ന് ഈശോ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 60 മുതലുള്ള തിരുവചനത്തിൽ ഈശോ തൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വിധം അത്ര കഠിനമായിരുന്നു. കാരണം ഒരു മനുഷ്യന് എങ്ങനെ തൻ്റെ ശരീരവും രക്തവും ഭക്ഷണമായി നൽകാൻ സാധിക്കും? ഈശോ വെളിപ്പെടുത്തുകയാണ് എന്താണ് ദൈവത്തിൻ്റെ ഹിതം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ്. തന്നെ അയച്ചവൻ്റെ ജോലി പൂർത്തിയാക്കിയാണ് പിതാവിൻ്റെ ഹിതം. ആ ഈശോയെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് പിതാവിൻ്റെ ഹിതം. തന്നെ ബലിയായി നമുക്ക് സമർപ്പിച്ച ഈശോയുടെ രഹസ്യങ്ങൾ ഈശോ പറഞ്ഞപ്പോൾ, സ്വന്തം ശരീര രക്തങ്ങൾ നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തരുന്ന കാര്യത്തെക്കുറിച്ച് ഈശോ സംസാരിച്ചപ്പോൾ എല്ലാവരും ഈശോയെ വിട്ടുപോയി.
ഈശോ പറയുകയാണ്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? കാരണം ഈശോയ്ക്ക് മായം ചേർക്കാൻ സാധിക്കുകയില്ല. കർത്താവ് എടുക്കേണ്ട പാനപാത്രം അവിടത്തേക്ക് എടുത്തേ സാധിക്കുകയുള്ളൂ. മരണം വരുന്നുണ്ട്, പീഡനം വരുന്നുണ്ട്, എല്ലാത്തരം പീഡനങ്ങളും ഈശോയ്ക്ക് വരാനിരിക്കുകയാണ്. എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ച് പോകും. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോഴാണ് വിശുദ്ധ പത്രോസ്ലീഹ പറയുക, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണ്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. കേട്ടോ, വിശ്വസിച്ചു, അറിഞ്ഞു. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധി, ഈശോയെ ഒന്ന് കണ്ടറിഞ്ഞാൽ, ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈശോയെ വിടാൻ അനുവദിക്കരുത്. ചിലപ്പം ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പാപത്തിൽ പോയി വീഴുക. അപ്പോൾ നമ്മൾ ഏസാവിൻ്റെ ഒരു അരൂപിയിലേക്ക് മാറുകയാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 14 മുതലുള്ള തിരുവചനത്തിൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റു. നമ്മളും ചെറിയൊരു പാപത്തിന് വേണ്ടി, ചെറിയൊരു സുഖത്തിന് വേണ്ടി കൂട്ടുകാരുടെ കൂടെ ചിലപ്പം മദ്യപിക്കാനായിരിക്കാം, ചിലപ്പം പല പാപങ്ങളിൽ പോകുവാനായിരിക്കാം. ഇതെല്ലാം വരുമ്പോൾ നോ പറയാനുള്ള ഒരു തൻ്റെ ഇടം നമ്മളിലുണ്ട് എങ്കിൽ നമ്മൾ ഈശോയിൽ വിജയിച്ചവരായി കാണപ്പെടും. കാരണം തിന്മയെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ല. ഈശോ അതാണ് പറഞ്ഞത്, എല്ലാവരും പൊയ്ക്കൊള്ളുക. ഈശോ അവിടെ ഒരു അഡ്ജസ്റ്റും ചെയ്തില്ല. അതേസമയം ഈശോ അത് ഇല്ല, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ വേണം ഈശോയ്ക്ക് പറയാമായിരുന്നു. അപ്പോൾ ഈശോ പറയാണ്, എല്ലാവരും പൊയ്ക്കൊള്ളുക. അപ്പോഴാണ് വിശുദ്ധ പത്രോസ്ലീഹ ആ സത്യം വെളിപ്പെടുത്തുക. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ഈശോയിലാണ് ഈ ദൈവിക രഹസ്യങ്ങൾ മുഴുവനും ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് വിശുദ്ധ പത്രോസിന് മനസ്സിലായി. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശുദ്ധ പത്രോസ്ലീഹ ശക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ. അതിലൂടെ ആ ശിഷ്യന്മാർ വിട്ടുപോകാതെ ഈശോയുടെ കൂടെ നിൽക്കുകയാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാണ് ഈശോ അവിടെ പറയുക. എന്നിട്ട് ഈശോ പറയുകയാണ്, ഈ നമ്മുടെ ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിത്യജീവനുണ്ട്. അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കും. ഈശോയുടെ 2ാം വരവിനെക്കുറിച്ചുമൊക്കെ ഈശോ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവപുത്രൻ്റെ വെളിപ്പെടുത്തലുകളാണ്. അതിനുശേഷം പറയുകയാണ്, ഈശോയുടെ കൂടെ 3 വർഷം നടന്ന ശിഷ്യന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം അവരെല്ലാം ഈശോയെ ഒരുപക്ഷെ ബുദ്ധിയിലാണ്, അവർക്ക് പലതും ഗ്രഹിക്കാൻ സാധിക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണും, ലാസർ മരിച്ചു, എന്നിട്ടും ഈശോ അവിടെ തന്നെ നിന്നു. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവേ, അവനിപ്പോൾ മരിച്ചു കാണും. പക്ഷേ ഈശോ ഉദ്ദേശിച്ചത് എന്താണ്? ആ ഉയർപ്പിനെക്കുറിച്ചാണ്, നിത്യജീവനെക്കുറിച്ചാണ്, മരണത്തിൽ നിന്നുള്ള ഉയർപ്പ്. തനിക്കും പീഡ സഹിക്കേണ്ടിയിരിക്കുന്നു, തനിക്കും മരിക്കേണ്ടിയിരിക്കുന്നു, തനിക്കും ഉത്ഥാനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈശോയ്ക്ക് അറിയാമായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈശോ ലാസറിനെ ഉയർപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈശോ വെളിപ്പെടുത്തുകയാണ്, ഈശോ പുനരുത്ഥാനവും ജീവനുമാണ് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഈശോ അവിടെ നെടുവീർപ്പെട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പിതാവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. കാരണം ആ ഒരു അവസ്ഥയിലൂടെ എല്ലാം ഈശോയ്ക്ക് കടന്നു പോകേണ്ടിയിരുന്നു. ഓരോ പെസഹ രഹസ്യവുമാണ് ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ കടന്നു പോകലിലൂടെയാണ് ഈശോ പോയത്.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 3-4 തിരുവചനത്തിൽ ഈശോയ്ക്ക് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഒരു പെസഹ രഹസ്യമാണ്. സമരിയായും യഹൂദരും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതിരുന്ന സമയം അവരെയും കൂടെ ഈശോയ്ക്ക് രക്ഷിക്കേണ്ടിയിരുന്നു. ഇതുപോലെ ഈശോ ഓരോ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് കർത്താവ് നമ്മയും വിളിക്കുന്നത്. 1 യോഹന്നാൻ 2:6 ഈശോയിൽ ആണ് എന്ന് പറയുന്നവൻ ഈശോ നടന്ന അതേ വഴിയെ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണ്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-68 തിരുവചനത്തിൽ നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട്. ഈശോയെ, വിശുദ്ധ പത്രോസ്ലീഹ അങ്ങയെ തിരിച്ചറിഞ്ഞു, അങ്ങയെ വെളിപ്പെടുത്തി എല്ലാ ശിഷ്യന്മാരെയും പിടിച്ചു നിർത്തിയ വലിയൊരു സത്യമാണ് വിശുദ്ധ പത്രോസ്ലീഹ അവിടെ പ്രഖ്യാപിച്ചത്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ, അങ്ങിലാണ് നിത്യജീവൻ്റെ വചനങ്ങളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് വിശുദ്ധ പത്രോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്. അതുപോലെ ഞങ്ങൾക്കും കൃപ തരണമേ, ദൈവീക രഹസ്യങ്ങളിലേക്ക് ഞങ്ങൾ പോകുവാൻ, ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറന്ന് ദൈവസ്നേഹം അനുഭവിക്കുവാനുള്ള കൃപാവരം തരണമേ എന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മയായ മറിയമേ, അമ്മ എല്ലാ കാര്യങ്ങളിലും ദൈവപുത്രനോട് കൂടെയുണ്ടായിരുന്നു. ദൈവപുത്രനെ അവസാനം വരെ സഹായിച്ചു. ആ അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾ യാചിച്ചുകൊണ്ട് ഒരിക്കലും പാപത്തിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.